നമസ്കാരം. ഈ ആമസോണിലൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് അനുഭവിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഈ പ്രാവശ്യം വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. കാരണം ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു, എനിക്ക് പുറത്ത് പോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എല്ലാ മെറ്റീരിയലും തന്നെ കൃത്യസമയത്ത് തന്നെ ഡെലിവറി ആകുകയും ചെയ്തു. എന്നാൽ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 സ്റ്റെപ്പുള്ളൊരു സ്റ്റൂൾ ഞാൻ ഓർഡർ ചെയ്തു. സാധനം അല്പം വലിപ്പമുള്ളതാണ്. ഇത് വരുമെന്ന് പറഞ്ഞ ദിവസം വന്നില്ല, നെക്സ്റ്റ് ഡേയിലും വന്നില്ല. പിന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, നമ്മുടെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഇതെല്ലാം ഈ ഓട്ടോമാറ്റഡ് ജനറേറ്റ് ആയിട്ടുള്ള മെസ്സേജ് ആയതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഒരു റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനോ എനിക്ക് പറ്റിയില്ല. ഞാനിപ്പോൾ തിരക്കുമായിരുന്നു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം റിട്ടേൺ ആയിപ്പോയി. കാരണം എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് റീസൺ. എനിക്ക് പൈസ അവർ റീഫണ്ട് ചെയ്തു. എന്നാൽ ആ റീഫണ്ട് ചെയ്തതിനകത്ത് കുറച്ച് നഷ്ടം വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ക്ലീനിങ് മെഷീൻ ഓർഡർ ചെയ്തു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചെയ്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആ സപ്ലയറിനെ അല്ല മാനുഫാക്ചറിനെ കോൺടാക്ട് ചെയ്ത് അവരോട് അഡ്രസ്സ് കൊടുത്ത് അവർ ഡെലിവറി വരും ചെയ്ത്. അവർ പറഞ്ഞ ദിവസത്തിൻ്റെ സമയമായപ്പോൾ വീണ്ടും 2-3 ദിവസം പോസ്റ്റ്പോണ്ടായി. അതായത് 3-4 ദിവസം കൊണ്ട് ഈ ഡൽഹിയിൽ നിന്ന് ഈ സാധനം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള 2 കിലോമീറ്റർ അല്ല 3 കിലോമീറ്റർ മാറിയുള്ള സ്റ്റേഷനിലെത്തി. പക്ഷേ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇന്ന് ഈ ആമസോണുകാർ പറഞ്ഞ അതേ സെയിം സാധനം തന്നെ ഇവർ പറയാണ്, അവർ വിളിക്കുന്നു, ഞാൻ കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ഡൽഹിയിൽ നിന്ന് അവിടുത്തെ മാനുഫാക്ചർ എന്നെ വിളിച്ചു, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നു, ട്രൈ ചെയ്തിട്ട് അവർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ കിട്ടി, ഈ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാർ വിളിച്ചിട്ട് കിട്ടാത്ത എന്താ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഞാൻ അന്വേഷിച്ചപ്പം മനസ്സിലാക്കി, ഇപ്പോൾ ഈ ആമസോൺ ആണെന്ന് പറഞ്ഞാലും മറ്റ് സാധനങ്ങൾ പറഞ്ഞാലും ഈ കൊറിയർ ചെയ്യുന്ന 2-3 ടീമുകളുണ്ട്. ഈ ഒരു വിഭാഗം ആൾക്കാരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ വിളിക്കത്തില്ല. ഇവരെ സിസ്റ്റത്തിൽ പറയും ആളെ കോൺടാക്ട് ചെയ്തു, കിട്ടിയില്ല. അവസാനം എനിക്കങ്ങ് ദേഷ്യം, ഞാൻ അരിശം എല്ലാം കൂടെ വന്നു. കാരണം ഇവരൊറ്റ ഒരാൾക്കാർ കാരണമാണ് ഈ പേ ചെയ്ത സാധനം എനിക്ക് നേരത്തെ ഉണ്ടായ നഷ്ടം എല്ലാം സഹിച്ചത്. ആ സാധനം റിട്ടേൺ ആയിപ്പോയി. ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2-3 ദിവസം വെക്കും, എന്നിട്ട് റിട്ടേൺ അടിക്കുക. എന്താണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.